ഒരുപോലെ തന്നെ ഏതെങ്കിലും മൃഗങ്ങൾ കരയുന്നതിനകത്ത് ഭാഷയുണ്ടോ? ആട് കരയുന്നത് ഒരുപോലെയാണ്, പശു കരയുന്നത് ഒരുപോലെ. സോ ഇതുപോലെ തന്നെയാണ് മനുഷ്യ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ഒരു പ്രായം വരെ ആ കുഞ്ഞ് ഒരു ഭാഷയും സംസാരിക്കത്തില്ല. അപ്പൊ മൃഗപ്രായനായ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ മനുഷ്യനാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തത് മതമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ജനിച്ചപ്പോ എനിക്ക് ഇന്ന മതത്തിൽ ജനിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും മതത്തിൽ ജനിച്ചവരാണോ? നിങ്ങൾ ജനിച്ചപ്പോൾ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മാതാവ് വിശ്വസിക്കുന്ന മതം ഏതാണോ അതായിത്തീർന്നു നിങ്ങളുടെ മതം. അപ്പൊ ആദ്യം സംഭവിക്കുന്നത് നിങ്ങൾ ജനിച്ച മതം. ഞാനൊരു ക്രിസ്തീയ മതത്തിൽ ജനിച്ചു. ഇവിടെ ഇരിക്കുന്ന ചിലര് ഹൈന്ദവ മതത്തിലാകാം, ചിലർ ഇസ്ലാം മതത്തിലാകാം, ചിലർ മറ്റു മതത്തിലാകാം. നിങ്ങളുടെ അപ്പനും അമ്മയും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന മതത്തിൽ നിങ്ങൾ ജനിച്ചത് കൊണ്ട് മതം നിങ്ങളെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗതുല്യമായ മനുഷ്യനിൽ നിന്ന് ശരിക്കുമുള്ള മനുഷ്യനിലേക്കുള്ള ഒരു പരിവർത്തനമാണ് ആദ്യം മതം പഠിപ്പിക്കുന്നത്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, ഈ രീതിയിൽ ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള പരിശീലനവും ചെയ്യരുതാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പരിശീലനവുമാണ് മതം നൽകുന്നത്. അതാണ് മതത്തിന്റെ ഉത്തരവാദിത്വം. അപ്പൊ മതത്തിനകത്ത് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി മതത്തിനകത്ത് ചില ലീഡേഴ്സിന് ആവശ്യമാണ്. അപ്പൊ ഞാൻ ഇന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന് പറയുന്ന ലേബലിലാണ്. ഞാൻ അതിനെ കുറിച്ച് പിന്നീട് പറയട്ടെ. അപ്പൊ നിങ്ങൾ ജനിക്കുന്നത് ഒരു ഹൈന്ദവ മതത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയായിട്ടുള്ള ജീവിതം, നല്ല ജീവിതം കാഴ്ചവെച്ച് നിങ്ങളൊരു നല്ല മനുഷ്യനാക്കാൻ വേണ്ടി നിങ്ങളുടെ മതം നിങ്ങളെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കും. അതിനുവേണ്ടി ഒരു പൂജാരിയുടെ സഹായം ആവശ്യമാണ്, മതപണ്ഡിതന്മാരുടെ സഹായം ആവശ്യമാണ്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ മതത്തിലും ഇസ്ലാം മതത്തിലും മറ്റു മതങ്ങളിലും. അപ്പൊ മതത്തിൻ്റെതായിട്ടുള്ള പഠിപ്പിക്കൽ മാത്രം പോരാ. നമുക്ക് ഫിസിക്സിനെ കുറിച്ച് അറിയണം, കെമിസ്ട്രിയെ കുറിച്ച് അറിയണം, ഭാഷകളെ കുറിച്ച് അറിയണം, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിലേ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് മതപഠനത്തോടൊപ്പം തന്നെ നമുക്ക് വിദ്യാഭ്യാസവും ആവശ്യമായതുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. ഇനി അടുത്ത് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വീണ്ടും ഞാനൊരു കാര്യം പറയട്ടെ. 1ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര വർഷം പഠിക്കാനാണ് ആഗ്രഹം? എനിക്കൊരു 5 വർഷം 1ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ മക്കളെ നന്നായിട്ട് പഠിക്കട്ടെ, 1ാം ക്ലാസ്സിൽ 5 വർഷം പഠിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന അമ്മമാരുടെ ഉണ്ടോ? സോ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ കുഞ്ഞ് 1ാം ക്ലാസ്സിൽ 1 വർഷം പഠിച്ച് എങ്ങോട്ട് പോകണം? 2ാം ക്ലാസ്സിലേക്ക് പോകണം. സോ ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിനകത്ത് ഒരു വളർച്ചയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ്, +1 കഴിഞ്ഞ്, +2 കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആർജിച്ചെടുത്ത അറിവുകളെ ബേസ് ചെയ്തിട്ട് ഉപജീവന മാർഗം നൽകുന്നത് വരെ, അല്ലെങ്കിൽ കിട്ടുന്നത് വരെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നിലനിൽക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും സ്കൂളിൽ പോവോ? ഇതുപോലെ മതം എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂട് മൃഗ തുല്യനായ മനുഷ്യരിൽ നിന്ന് ശരിക്കുമുള്ള ഒരു മനുഷ്യനിലേക്കുള്ള ഒരു പരിവർത്തനം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് മതം. അപ്പൊ എത്ര വർഷം നിങ്ങൾ മതത്തിനകത്ത് തുടരണം? ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കൂ, എത്ര വർഷം മതത്തിനകത്ത് നിങ്ങൾ തുടരണം? ശരിക്കും നിങ്ങളൊരു മനുഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ഒരു പരിവർത്തനത്തിന്റെ ആവശ്യമുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്കൂളിൽ പോകാത്തത് പോലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ടീച്ചിങ് മതത്തിനകത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് വേണ്ടത് ആത്മീകമായ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വളർച്ചയാണ്. അത് മതത്തിൽ കിട്ടില്ല. നാം ഇന്ന് ദൈവതുല്യരായി ആരാധിക്കുന്ന സ്പിരിച്വൽ ഐക്കോൺസ് ഒക്കെ, അത് ജീസസ് ക്രൈസ്റ്റ് ആകട്ടെ, മുഹമ്മദ് നബി ആകട്ടെ,
ശ്രീനാരായണ ഗുരുവാകട്ടെ, സ്വാമി വിവേകാനന്ദനാകട്ടെ, ഇങ്ങനെയുള്ള മഹൽ വ്യക്തികളെ ആരെടുത്ത് പരിശോധിച്ചാൽ അവരെല്ലാം ജനിച്ച് അവരവരെ റെപ്രസെന്റ് ചെയ്യുന്ന മതത്തിനകത്ത് ഒരു കാലഘട്ടം നിലനിന്നതിന് ശേഷം അവർ പതുക്കെ അവരുടെ ആ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊടിച്ച് വെളിയിൽ സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ മതത്തിന്റെ വേലിക്കെട്ട് പൊളിച്ച് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കുമുള്ള ഈശ്വരനുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു ആത്മീയ വളർച്ച സാധ്യമാകും. സോ അങ്ങനെ ഞാനും 35 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ആത്മീകമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായി മതത്തിന്റെ ചട്ടക്കൂടുകൾ പൊളിച്ചുകൊണ്ട് ഞാൻ ചില മേഖലകളിലേക്ക് കടന്നുപോയത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഊഹിക്കാം, ജീസസ് ക്രൈസ്റ്റ് മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊളിച്ച് വെളിയിലേക്ക് പോയി കുറച്ച് പ്രവർത്തനം ചെയ്തപ്പോ അവസാനം 3 ആണിമേൽ അവരെന്ത് ചെയ്തു? തൂക്കിയിട്ടു. ആരാ തൂക്കിയിട്ടെ? സ്വന്തം മതത്തിലെ, സ്വന്തം സമുദായത്തിലെ വ്യക്തികളാ മതത്തിൽ നിന്ന് വെളിയിൽ പോയി മതത്തിനെതിരെ സംസാരിച്ചു എന്ന് പറയുന്ന പേരിൽ ജീസസിനെ ക്രൂശിച്ചത്. എനിക്ക് നേരെയും വന്നു ചില വാക്കുകൾ, ചില കുറ്റപ്പെടുത്തലുകൾ, ചില വഴിചാടലുകളൊക്കെ. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന്, സ്വന്തം മതത്തിൽ നിന്ന് തന്നെ. കാര്യം ഇത്രയുള്ളൂ, ഞാൻ ചില മേഖലകളിലേക്ക് സത്യം അന്വേഷിച്ചു പോയി, അതിനുവേണ്ടി നിലകൊണ്ടു എന്നുള്ളത് മാത്രം. സോ അങ്ങനെ ഞാൻ സത്യം മനസ്സിലാക്കിയപ്പോ, ഞാൻ മനസ്സിലാക്കിയ സത്യം കുറച്ചു പേരെങ്കിലും അറിയിക്കണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ, അതിനൊരു ആധികാരികത വേണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ എന്റെ പ്രൊഫഷനെയൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ ജനിച്ചു വളർന്ന മതത്തിലുള്ള വ്യക്തികൾക്ക് ആദ്യം ഇത് പകർന്നു കൊടുക്കാം എന്നുള്ള സതുദ്ദേശത്തോടു കൂടെയാണ് സെമിനാരി പഠനവും ഉപരിപഠനവും ഒക്കെ ചെയ്ത് ഒരു ചർച്ച് പ്രീസ്റ്റിന്റെ കുപ്പായം അണിയാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇതൊരിക്കലും ഈ കുപ്പായം ഞാൻ അണിഞ്ഞത് ഒരു പള്ളിയിലെ 4 ചുവരുകൾക്കുള്ളിലുള്ള മാമോദിസ കൊടുക്കാനോ, മരണ ശുശ്രൂഷ ചെയ്യാനോ, വിവാഹം നടത്തി കൊടുക്കാനോ, അങ്ങനെയുള്ള മത ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല ഞാൻ ഈ കുപ്പായം ധരിച്ചത്. മറിച്ച് ഞാൻ അറിഞ്ഞ സത്യത്തെ, ഞാൻ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് പകരപ്പെടണം എന്നുള്ള ആവേശവും ആഗ്രഹവും കൊണ്ടാ ഞാൻ ഈ കുപ്പായം ഒരു ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് അണിഞ്ഞത്. അത് അണിയുമ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, അണിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞിരുന്നു, ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. അപ്പൊ ഈ സത്യം മനസ്സിലാക്കി കുറച്ചുകൂടി ആ സത്യത്തിനകത്ത് വളരുവാൻ തുടങ്ങിയപ്പോ, ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വ്യാപൃതനായാൻ തുടങ്ങിയപ്പോ, ഈശ്വരന്റെ അതേ ചില ഭാവങ്ങൾ, ചില ചിന്തകൾ, ചില അറിവിന്റെ ശകലങ്ങൾ എന്നിൽ രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മതമില്ല. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഏത് മതത്തിൽപ്പെടുന്ന വ്യക്തികൾക്കും ഒരൊറ്റ സൂര്യനെ ദൈവം വെച്ചിട്ടുള്ളൂ. ഒരുപാട് സൂര്യന്മാരൊന്നുമില്ല. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, ഭൂമി ഒന്നേ ഉള്ളൂ, വെള്ളം ഒന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിനകത്തുള്ള സകലതും ഈശ്വരൻ നൽകിയിരിക്കുന്നത് മത, ജാതി, വർണ്ണ ചിന്തകൾക്ക് അതീതമായി ഈശ്വരൻ ഏകത്വത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അതിലേക്കായി കൂടുതൽ ഞാൻ പഠിക്കാനായി തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഈശ്വരൻ കാണുന്നു എന്നുള്ളത് ഞാൻ പിന്നത്തേതിൽ മനസ്സിലാക്കിയതാണെന്നും ഇത് മനസ്സിലാക്കിയ ആചാര്യന്മാർ, ഗുരുക്കന്മാർ ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ മനസ്സിലാക്കിയപ്പോ ഞാൻ അറിഞ്ഞ സത്യത്തെ കുറച്ചുകൂടി ആധികാരികതയോടെ ഒന്ന് വിളിച്ചു പറയണമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്ന് പറയുന്ന ആ വലിയ പ്രപഞ്ച സത്യത്തെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്റെ കൂട്ട സഹോദരങ്ങൾക്ക്, മതവിശ്വാസികൾക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കാമെന്നുള്ള ആവേശത്തിൽ ഹൈന്ദവർ പറയുന്ന എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ആ തത്വമസി എന്ന് പറയുന്ന സത്യത്തെ ലോകത്തോട് വിളിച്ചു പറയാൻ ഞാൻ ശബരിമലയിലേക്ക് കടന്നുപോയത്. ഞാൻ അന്ന് പോകുമ്പോഴും പോയി കഴിഞ്ഞു വന്നതിന് ശേഷവും ഞാൻ പറഞ്ഞിരുന്നു, ഒരു വിഗ്രഹത്തെ ചെന്നിട്ട് കുമ്പിടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള
മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ശബരിമലയിൽ പോയത്. ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയ പ്രപഞ്ച സത്യം, തത്വമസി, അതെന്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അത് മറ്റുള്ളവരിലേക്ക് പകരണമെന്നുള്ള ആ ആവേശത്തിലാണ് ഞാൻ പോയത്. ഞാൻ ആ യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് ചാനലുകാരൊക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കേരള അദ്വൈത പ്രചാര സഭയുടെ ചില ഭാരവാഹികൾ എന്നെ വിളിച്ചിട്ട് എന്നെ കാണാൻ വന്നു. അവരാണ് ആദ്യമായി എന്നോട് സനാതന ധർമ്മത്തെ കുറിച്ച് പറയുന്നത്. അവര് പറഞ്ഞു, പ്രിയ അച്ഛ, നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിത ക്രമമാണ് യഥാർത്ഥത്തിൽ സനാതന ധർമ്മം. ഇത് പ്രസംഗിക്കപ്പെടേണ്ട ഒന്നല്ല, ജീവിക്കേണ്ട ഒന്നാണ്. നിങ്ങൾ അതിൽ ജീവിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാ, നിങ്ങളുടെ ശബ്ദത്തിലൂടെ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാ, നിങ്ങളുടെ ജീവിതചര്യയിലൂടെ അത് മനസ്സിലായത് കൊണ്ടാ ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നതെന്ന് പറഞ്ഞ് അവർ ഒത്തിരിയേറെ എന്നോട് സംസാരിച്ചു. എന്റെ ശബരിമല യാത്രയിൽ എന്റെ കൂടെ എന്നെ അനുഗമിച്ചതും എനിക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തന്നതും അദ്വൈത പ്രചാര സഭയായിരുന്നു. അപ്പോഴാണ് ആദ്യമായി ഞാൻ സനാതന ധർമ്മത്തെ കുറിച്ച് കേൾക്കുന്നതും കൂടുതൽ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ അടുത്തൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ബൈബിളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രണ്ട് പോർഷനാണ്, പഴയ നിയമമെന്നും പുതിയ നിയമമാണ്. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്നാണ് ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ നിയമത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ ജീവിത ആദർശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയതാണ് പുതിയ നിയമം എന്നാണ് ക്രിസ്ത്യൻ മതം പഠിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ മതത്തിനകത്ത് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ, ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ ആദർശങ്ങളെല്ലാം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ ആധികാരികതയോടുകൂടെ എനിക്ക് പറയാൻ പറ്റും, പുതിയ നിയമം എന്ന് പറയുന്നത് സുവിശേഷങ്ങളും ലേഖനങ്ങളും ഉൾപ്പെടുന്ന കുറച്ച് പുസ്തകങ്ങൾ അല്ല. പുതിയ നിയമം എന്ന് പറയുന്നത് ഞാനും ഈശ്വരനും കൂടെ ഒരു ബന്ധത്തിലായിട്ടാണ്. ഈശ്വരഭാവം എന്നിൽ നിറഞ്ഞിട്ട് ഞാനും ഈശ്വരനും കൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ആ ഈശ്വരനിൽ നിന്ന് പകരപ്പെടുന്ന ജ്ഞാനവും അറിവും അനുസരിച്ച് ജീവിക്കുന്നതാണ് പുതിയ നിയമം. അത് എഴുതപ്പെടേണ്ട ഒന്നല്ല. സനാതന ധർമ്മത്തെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴും ഇത് തന്നെയാണ് സനാതന ധർമ്മവും. എഴുതപ്പെട്ട കുറച്ച് നിയമാവലികളല്ല ഈ ധർമ്മം. അത് ഓരോ വ്യക്തിയും ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ വന്നതിന് ശേഷം ആ ബന്ധത്തിൽ തുടരുമ്പോൾ അവനവൻ അനുഷ്ഠിക്കേണ്ട, അവനവൻ ആർജിച്ച് നടപ്പാക്കേണ്ടുന്ന ഒന്നാണ് സനാതന ധർമ്മം. അപ്പോ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾ പറയും, എന്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, എന്റെ മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് നിങ്ങൾ മക്കളെ നോക്കി പറയാറുണ്ട്. ആ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ആത്മീയതയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇന്നും മൃഗത്തിൽ നിന്നും മാനുഷികതയിലേക്ക് മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 50 വർഷമായിട്ടും 60 വർഷമായിട്ടും 70 വർഷമായിട്ടും ആ മതത്തിന്റെ ചട്ടക്കൂടുകളിൽ മാത്രം ഒഴുകി കഴിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് ഒരു പരിവർത്തനത്തിന്റെ സമയമാണ്. 10ാം ക്ലാസ്സിൽ 10 വർഷം പഠിക്കുന്ന ഒരു വ്യക്തി പറയാനുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമായി. അതിനുള്ള അന്വേഷണം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഭാരത സംസ്കാരം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള അത്തരത്തിൽ അന്വേഷണം നടത്തിയ ഋഷിവര്യന്മാരുടെ, മുനിമാരുടെ ലിഖിതങ്ങൾ കൊണ്ട് നിറഞ്ഞ, അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് ഭാരതത്തിന്റെ പൈതൃകവും സംസ്കാരവും. ആ സംസ്കാരവും പൈതൃകവും കൈ മുതൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അത് ആസ്വദിക്കാൻ പറ്റാതെ
കുരങ്ങന്റെ കയ്യിൽ പിച്ചിപ്പൂ കിട്ടിയതുപോലെയോ, കുരങ്ങന്റെ കയ്യിൽ കുളത്തിൽ കൈയിട്ടിട്ട് കുറെ കടല പിടിച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥ പോലെ കഴിയുന്ന വ്യക്തികൾ അതിനെ ആസ്വദിക്കുവാനായിട്ടുള്ള സമയം എത്തി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് 1 മണിക്കൂറോ ഒരു ദിവസമോ മുഴുവൻ സനാതന ധർമ്മം ഇന്നതാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഘോരഘോരം പ്രസംഗിച്ചാലും നിങ്ങൾ ഇവിടെ കൂടെ പോയിട്ട് ഇവിടെ കൂടെ കളയത്തേ ഉള്ളൂ. ഞാൻ അതിനും ഒരു എക്സാമ്പിൾ പറയട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർ, എനിക്ക് കുറെ സ്ത്രീകളെ കാണാം, അമ്മമാരെ കാണാം, സഹോദരിമാരെ കാണാം, കുറെ പുരുഷന്മാരെ കാണാം, അപ്പന്മാരെയും സഹോദരന്മാരെയും എനിക്ക് കാണാം. നിങ്ങൾ എത്ര പേർ ഒരു ഡിപ്ലോമ കോഴ്സിനോ ഒരു ഡിഗ്രി കോഴ്സിനോ ഒരു ഹസ്ബൻഡ് ആകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയി? ആരെങ്കിലും പോയോ? ഒരു ഭാര്യയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര പേര് ഡിപ്ലോമ കോഴ്സ് എടുത്തു? പോട്ടെ, എത്ര പേര് ഒരു ക്രാഷ് കോഴ്സിനെങ്കിലും പോയി? ആരെങ്കിലും പോയോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പൊ ഒരു ഭർത്താവ് എന്ന് പറയുന്ന പൊസിഷനിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അതിന് പഠിക്കേണ്ട ആവശ്യമില്ല, ജീവിച്ചാൽ മതി. ഒരു ഭാര്യയായി ജീവിക്കുക എന്ന് പറയുന്നതിന് പഠിക്കേണ്ട ആവശ്യമില്ല, അതൊരു ജീവിതചര്യയാണ്. ഒരു അമ്മയാകുക, ഒരു അപ്പനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലും അതിന്റെ കോഴ്സ് പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ തന്നെ പഠിക്കേണ്ട, സ്വയം പഠിക്കേണ്ട ജീവിതചര്യയാണ്. ഇതുപോലെ ആത്മീയത എന്ന് പറയുന്നത്, മതത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് സ്വയം ജീവിച്ച് അനുഭവിക്കേണ്ട, ആസ്വദിക്കേണ്ട ഒന്നാണ് ആത്മീയത. അപ്പൊ നിങ്ങൾ ഇന്ന് കുറച്ചെങ്കിലും എന്നെ ഞാൻ സംസാരിക്കുന്ന കാര്യത്തിന് ചെറിയൊരു ആദരവ് തരുന്നുണ്ടെങ്കിൽ ആ ആദരവിൽ നിന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ, അപേക്ഷിക്കട്ടെ, ഒന്ന് അന്വേഷിച്ചു തുടങ്ങും. എന്താ? അല്ലെങ്കിൽ ദൈവത്തെ വഹിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾക്ക് മാറുവാൻ കഴിയും. അതിനുവേണ്ടി ചില സൂചനകൾ, ചില ചിന്തകൾ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കാം. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് ഒരമ്മ പ്രസവിച്ചിട്ടാ, അല്ലെ? ഒരമ്മയുടെ ഉദരത്തിൽ നിന്നാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ എങ്ങനെ വന്നു? എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ വന്നു? സയൻസ് പഠിച്ചിട്ടുള്ളവർ പറയും ഒരു പുരുഷന്റെ സഹായത്താലാണ്. ഒരു പുരുഷനും സ്ത്രീയും വിവാഹത്തിലൂടെ ഒന്നായപ്പോ, ശാരീരിക ബന്ധത്തിലൂടെ പുരുഷനിൽ ഒരു ബീജം സ്ത്രീക്കകത്തുള്ള രണ്ടവുമായി കൂടിയോജിച്ചപ്പോ ഒരു ജീവനായി നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായി എന്ന് സയൻസ് പറയും. അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആ പുരുഷന്റെ ശരീരത്തിൽ എങ്ങനെ വന്നു? അമ്മയുടെ ശരീരത്തിൽ വന്നത് ഒരു പ്രോസസ്സിലൂടെ, സമ്മതിച്ചു. പക്ഷേ ആ പ്രോസസ്സിലൂടെ നിങ്ങൾ ഉരുവാകുവാൻ തക്കവണ്ണം ഒരു പുരുഷനിൽ നിങ്ങൾ എങ്ങനെ വന്നു? അത് സയൻസ് പഠിപ്പിക്കുന്നില്ലല്ലോ. കുറച്ച് ജ്ഞാനമുള്ളവർ പറയും ആ ബീജമുണ്ടാകാൻ കാരണം ആ പുരുഷൻ കഴിച്ച ആഹാരമാണ്, വെള്ളമാണ്. ആ ആഹാരത്തിലൂടെ, വെള്ളത്തിലൂടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒന്നാണ് ആ ബീജമെന്ന് അല്പം ചിന്തിച്ചാൽ ജ്ഞാനമുള്ളവർ പറഞ്ഞത്. അപ്പൊ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ആ കഴിച്ച വെള്ളത്തിൽ, ആ കഴിച്ച ആഹാരത്തിൽ നിങ്ങൾ എങ്ങനെ വന്നു? ചിന്തിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാ ദിവസവും രാവിലെ എഴുതിച്ച ഭർത്താവിന്റെ കാര്യവും ഭാര്യയുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി എല്ലാ ദിവസവും ഒരുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യ ജീവിതമാകത്തില്ല, അതൊരു മൃഗജീവിതമാണ്. നിങ്ങളുടെ ഒരു നായ നടന്നു വരുന്നുണ്ട്, ഈ നായയുടെ ജീവിതം പോലെ ആയിപ്പോവല്ലേ? അതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിനും ഫിസിക്കലിയുള്ള, ബയോളജിയുള്ള എല്ലാ കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട്, ജന്മം കൊടുക്കുന്നുമുണ്ട്. അതായിപ്പോകരുത് ഒരു മനുഷ്യ ജന്മം.
അതിനപ്പുറത്ത് ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ആർജിക്കേണ്ട ചില ആത്മീയ സത്യങ്ങൾ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഒരു പുരുഷന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ രൂപപ്പെടുന്നതിന് അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെയൊക്കെയാണ് വന്നതെങ്കിൽ ഒരു സമയം നിങ്ങൾ ഒരു ഫലമായിരുന്നു, ഒരു മരമായിരുന്നു, വെള്ളമായിരുന്നു, അങ്ങനെ പഞ്ചഭൂതങ്ങളിലെ എന്തൊക്കെയായി നിങ്ങൾ പല കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഒരു പുരുഷന്റെ ശരീരത്തിനകത്തേക്ക് ഒരു ബീജമായി നിങ്ങൾ രൂപപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ 60, 70, 80 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് തിരിച്ച് നിങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിലേക്ക്, ഈ മൂലകങ്ങളിലേക്ക് നാളെ ഒരു സസ്യമായോ, ഒരു മൃഗമായോ, ഒരു പക്ഷിയായോ ആ ശരീരത്തിനകത്തേക്ക് ഊർജമായി നിങ്ങൾ മാറുന്നു. ഇതാണ് ഭാരത സംസ്കാരം പറയുന്ന ഒരു പൈതൃകം. അപ്പൊ സ്ഥിരമായി, സ്ഥായിയായി ആരും മനുഷ്യരൂപത്തിൽ ഇരിക്കുന്നില്ല എന്ന സത്യം. അങ്ങനെയെങ്കിൽ ഈ വെട്ടിപ്പിടിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എല്ലാം എനിക്ക് വേണം, എനിക്ക് സുഖമായി ജീവിക്കണം, ബാക്കിയുള്ളവർ എങ്ങനെ ആയിക്കോട്ടെ, നായ എങ്ങനെ ആയിക്കോട്ടെ, പല്ലി എങ്ങനെ ആയിക്കോട്ടെ, കൊതുക് എങ്ങനെ ആയിക്കോട്ടെ, സസ്യ ജലാദികൾ എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് സുഭിക്ഷമായി ജീവിക്കാൻ ഞാൻ ഇതിനെല്ലാം യൂസ് ചെയ്യുമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ശരിക്കും എന്റെ ഉൽപ്പത്തി എവിടെയാണെന്നും ഇത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്നും വ്യക്തതയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി നമ്മുടെ ഭാരത പൈതൃകം പറയുന്നത് പോലെ ഈശ്വരഭാവം തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് മനസ്സിലാക്കി സകലത്തെയും ആദരിക്കുവാൻ, സകലത്തെയും ബഹുമാനിക്കുവാൻ, സകല ചരാചരങ്ങളെയും പരിപാലിക്കുവാൻ, പ്രപഞ്ചത്തെ ശരിക്കും വണങ്ങുവാൻ തക്കവണ്ണം നമ്മുടെ ഋഷിവര്യന്മാർ പഠിപ്പിച്ചതുപോലെ സകലത്തിന്റെയും മുമ്പിൽ ചെന്ന് കൂപ്പുകൈയോടെ നിൽക്കാനല്ലാതെ മറ്റൊന്നിനുമാകില്ല. ഈ രീതിയിലുള്ള ചിന്തകളാണ്, അന്വേഷണമാണ് ശരിയായ ഭാരത പൈതൃകത്തെ, സംസ്കാരത്തെ തൊട്ട് അറിയുവാനും അനുഭവിക്കുവാനും ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്രിസ്തീയ പുരോഹിതനായിട്ട് ഒതുങ്ങിക്കൂടുവാനല്ല, മറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ, ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള, മർമ്മപ്രധാനമായ സനാതന ധർമ്മത്തെ, തത്വമസിയെ ജനങ്ങളുടെ ജീവിതത്തിൽ അറിവായി പകരാനല്ല, അനുഭവവേദ്യമാക്കി കൊടുക്കാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി ചില കാര്യങ്ങളെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർമ്മപദത്തിലേക്ക് ഇറങ്ങുകയാണ് ഞാൻ. ഒരുപക്ഷെ ഈ കുപ്പായത്തിന് വിലക്കുകൾ വന്നേക്കാം. ഇനിയും ഒരു 4 ചുവരുകൾക്കുള്ളിലുള്ള മതാചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വിലക്ക് ഓൾറെഡി വന്നു. പക്ഷെ ഈ കുപ്പായം ധരിക്കാതിരിക്കാനുള്ള വിലക്കുകളൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ നാളെ അതും സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരെയും പോലെ ഒരു കാവി കൊടുത്ത് ഞാനും ഇറങ്ങും. ആരുടെയും മുമ്പിൽ തലകുടിച്ച് നിൽക്കാനായിട്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിലും ഒരു മതത്തിന്റെ മുന്നിലും ഈശ്വരൻ നൽകിയിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസിന്റെ ഉത്തരവാദിത്വത്തെ ഒരുപക്ഷെ ഈ ഭൂമിയിൽ കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റണം, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ, ദൗത്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ പിൻവാങ്ങുന്നത് എന്ന്. അതുകൊണ്ട് ഇത് നിങ്ങളുമായിട്ട് ഈ സംവാദിക്കുന്നത് ഒരു തുടക്കമാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ ഞാൻ വിരമിക്കുന്നു. താങ്ക് യു.